നമസ്കാരം. ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി 94 വയസ്സുള്ള ഒരു വയോധികനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു. നിരവധി തവണ നിയമസഭാ സാമാജികനും VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും EK നായനാർ മന്ത്രിസഭയിലുമെല്ലാം നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി ഒക്കെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉന്നത നേതാവാണ്. ഇപ്പോൾ ഏതാണ്ടൊരു വിരമിച്ച അവസ്ഥയിൽ ജീവിത സായാഹ്നം ചിലവഴിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ്. അതിലൊരു പ്രത്യേകതയുള്ള ഭാഗം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളാണ്. അതൊരു അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമല്ല, ചരിത്രപരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഒരു കാര്യം പ്രേക്ഷകർ ഒന്നുകൂടി ഓർമ്മിക്കുക. 94 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്ന ഈ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് 16-18 വയസ്സാണ്. അതായത് 1946 അദ്ദേഹത്തിന് 16 വയസ്സാണ്. 48 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഭാരതത്തിൻ്റെ വിഭജനം നടക്കുമ്പോൾ അദ്ദേഹം ഒരു 18-കാരനാണ്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് അടിമുടി ഒരു വർഗീയ പാർട്ടിയാണ്. ഭാരതത്തിൻ്റെ വിഭജനത്തിന് കാരണമായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിൽ നിന്ന് ഇപ്പോഴത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യാതൊരു വ്യത്യാസവുമില്ല. അദ്ദേഹം അത് വെറുതെ പറയുന്നതല്ല. ഭാരതത്തിൻ്റെ വിഭജനം സംബന്ധിച്ച് ജിന്നയും അന്നത്തെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പറയുന്ന ഞങ്ങളുടെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ മുസ്ലിം ലീഗ് അല്ല എന്ന് പറയുന്ന ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ്, നാം മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തന പശ്ചാത്തലവും ചരിത്രവും അദ്ദേഹം വളരെ വിശദമായി പറയുന്നുണ്ട്. ആ ചരിത്രം അദ്ദേഹം തുടങ്ങുന്നത് മുസ്ലിം ലീഗിൻ്റെ ആദ്യകാല നേതാവായിരുന്ന KM സീതി സാഹിബിൽ നിന്നാണ്. KM സീതി സാഹിബിൻ്റെ, മുഹമ്മദ് സീതി സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിനെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ, കോട്ടപ്പള്ളി മൈതാനത്തെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്ഥലം മാറിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കോട്ടപ്പള്ളി മഖാം എന്നുള്ള ആ സമയത്ത് അത്രയും വലിയൊരു മൈതാനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നേക്കാൾ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 16-കാരനാണെന്ന് 1946 ഭാരത വിഭജനം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് KM സീതി സാഹിബ് പ്രസംഗിച്ചൊരു പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ വിട്ടുപോയാൽ, സ്വാതന്ത്ര്യം ലഭിച്ചാൽ, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഇനി വരുവാൻ പോകുന്നത് ഹിന്ദുക്കളുടെ ഭരണമായിരിക്കും. ആ ഭരണത്തിൻ്റെ കീഴിൽ മുസ്ലിങ്ങൾ ഒരിക്കലും സന്തുഷ്ടരായിരിക്കില്ല, സുരക്ഷിതരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാജ്യം വിഭജിച്ചെടുക്കണം, പാകിസ്ഥാൻ കിട്ടിയേ തീരൂ. KM സീതി സാഹിബിൻ്റെ പ്രസംഗമാണ്. പാലൊളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയുന്നതാണ്. ആ ചരിത്രം കണ്ടു വളർന്നതാണ്. കേട്ടറിഞ്ഞോ വായിച്ചറിഞ്ഞോ വളർന്നൊരു വ്യക്തിയല്ല പാലൊളി മുഹമ്മദ് കുട്ടി. വീണ്ടും ഞാനത് എടുത്തു പറയുന്നു. ആ വസ്തുത പ്രേക്ഷകർ ഓർത്തു വയ്ക്കുക. കാരണം KM സീതി സാഹിബ് പിൽക്കാലത്ത് സമുദായ നവോത്ഥാന നായകനും കേരളത്തിലെ ഏറ്റവും മതേതരനായ നേതാക്കളിൽ ഒരാളും ഒക്കെയായി വാഴ്ത്തപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയാണ് 1946 ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ ഭരണമാണ്, കോൺഗ്രസിൻ്റെ ഭരണമാണ് വരാൻ പോകുന്നതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വരുവാൻ പോകുന്നത് ഹിന്ദുക്കളുടെ ഭരണമാണ്. ആ ഭരണത്തിൻ്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് സന്തുഷ്ടരായിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായേ തീരൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പാലൊളി മുഹമ്മദ് കുട്ടിയുടെ വാക്കുകളിൽ. ഇനി മുസ്ലിം ലീഗിൻ്റെ അക്കാലത്തെ ഒരു മുദ്രാവാക്യത്തെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആ മുദ്രാവാക്യം ചുവന്ന ലിപികളിൽ, രക്തം കൊണ്ടെഴുതിയ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹമാര തക്ബീർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നാരെ തക്ബീർ എന്നാണ് ജിന്നയുടെ കാലത്ത്, അതായത് മുദ്രാവാക്യം എന്നാണ് ഈ നാരെ പറയുന്നത്. തക്ബീർ അവരുടെ മതപരമായ വാക്യമാണ്. നാരെ തക്ബീർ, മുസ്ലിം അല്ലാഹു അക്ബർ, മുസ്ലിം ലീഗ് സിന്ദാബാദ്, കിട്ടണം പാകിസ്ഥാൻ, കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ. ഇതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അക്കാലത്തെ കേരളത്തിലെ മുദ്രാവാക്യം. ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന നേതാവാണ് KM സീതി സാഹിബ്. ഈ സീതി സാഹിബ് പിൽക്കാലത്ത് ഭരണമൊക്കെ ലഭിച്ച് കേരളമൊക്കെ രൂപീകൃതമായതിനു ശേഷം കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ മന്ത്രിയായും മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവായും ഒക്കെ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഞാനൊരു മതേതരനാണ്, ഭാരതീയനാണ് എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ. ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പാകിസ്ഥാൻ വാങ്ങിപ്പോയ ജിന്നയുടെ മുസ്ലിം ലീഗിനൊപ്പം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയില്ല. കൊട്ടപ്പള്ളി മൈതാനത്താണ് ആ സമ്മേളനം നടന്നിട്ടുള്ളതെങ്കിൽ ആ പ്രസംഗം നടത്തി വർഗീയ കലാപത്തിന് തിരികൊളുത്തി എന്നുള്ളതല്ലാതെ അതിൻ്റെ ഫലമായി ഉണ്ടായ പാകിസ്ഥാനിലേക്ക് സീതി സാഹിബോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അനുയായികളോ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ പ്രവർത്തകരോ അവരുടെ പിൻഗാമികളോ പോയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഉണ്ടാക്കുവാൻ അവർ കൃത്യമായി സഹായിച്ചു, അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ എടുത്തു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങളുണ്ടാക്കി പാകിസ്ഥാനിൽ 10,000-ങ്ങളല്ല ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഭാരതത്തിൽ കൽക്കട്ടയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്ത് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തിയ കാലഘട്ടമായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് പാലോളി മുഹമ്മദ് കുട്ടി സ്മരിക്കുന്നത്. ആ സ്മരണിക നാം കാണുമ്പോൾ, ആ ചരിത്രം നേരിൽ കണ്ട ഒരാളുടെ വാക്കുകളിലൂടെ നാം അറിയുമ്പോൾ, കാലാകാലങ്ങളായി BJP വർഗീയവാദികളെന്നുള്ള വിളികൾ കേട്ട് 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 തഴമ്പിച്ച് മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയമാണ് കേരള ജനതയുടെ മുമ്പിൽ. മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ പേരിൽ മുസ്ലിം ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇതാണ് അവരുടെ ചരിത്ര പശ്ചാത്തലം. നാരെ തക്ബീർ, അല്ലാഹു അക്ബർ, മുസ്ലിം ലീഗ് സിന്ദാബാദ്, കിട്ടണം പാകിസ്ഥാൻ, കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ. ഈ കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്നുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവർക്ക് ഖബറിസ്ഥാനിൽ പോകണം, ഞങ്ങൾക്ക് ഒന്നെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കൂ എന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ ഈ നാട് ഞങ്ങളൊരു ഖബറിസ്ഥാനാക്കും, നിങ്ങളെ കൊന്നു തള്ളും എന്നായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ ഉദ്ദേശവും അല്ലെങ്കിൽ പ്രഖ്യാപനവും. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി നാട് നീളെ വർഗീയ ലഹളയെ അഴിച്ചുവിട്ട ചരിത്ര പശ്ചാത്തലമുള്ള ഒരു പാർട്ടി പരിണമിച്ച് ഭാരതത്തിൽ ഒരു അവാന്തര വിഭാഗമായി, ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ അവാന്തര വിഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ആ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ മുസ്ലിം ലീഗും അതേ മനോഭാവമാണോ വെച്ച് പുലർത്തുന്നത്? അവർക്കതിൽ നിന്നൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പാകിസ്ഥാൻ വേണമെന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിലൊക്കെ കയറി ജനങ്ങളെ പറ്റിച്ച് അവരുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ച് അവർ ഭരണത്തിൽ തുടരുന്നു, മതേതരരായി തുടരുന്നു. അതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യകാലങ്ങളിൽ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് ശരിയായിരിക്കാം. അവരുടെ ഒരു അപ്രമാദിത്വം സ്ഥാപിച്ചെടുക്കുന്നത് വരെ അവർ പലപ്പോഴും അവരുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ 23 മുതൽ 27 മണ്ഡലങ്ങളിൽ വരെ ജയിക്കുവാനായി ഒരു ഹിന്ദുവിൻ്റെ പോലും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള തരത്തിൽ പരസ്യ പ്രഖ്യാപനം നടത്താൻ അവരുടെ പ്രാദേശിക നേതാക്കൾ വരെ ശക്തരായിരിക്കുന്നു. അത്തരത്തിലേക്ക് വളരുമ്പോൾ അവരിപ്പോൾ അവരുടെ ഉദ്ദേശം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ ഈ ഒരു ദുരുദ്ദേശം, അവരുടെ ഈ ജിഹാദിത്തരം അല്ലെങ്കിൽ ഈ വർഗീയവാദി സ്വഭാവം അതിഷ്ടപ്പെടുന്ന വലിയൊരു ജനത ഇന്ന് കേരളത്തിലുണ്ട്. അതിനെ നിശബ്ദമായി പിന്തുണയ്ക്കുന്ന, സമ്മതിദാനത്തിലൂടെ അതിന് പ്രോത്സാഹനം നൽകുന്ന വലിയൊരു ജനവിഭാഗം ഇന്ന് കേരളത്തിലുണ്ട്. ആ ജനവിഭാഗത്തെ ഭയപ്പെട്ടേ മതിയാകൂ. അവരെല്ലാവരും വ്യക്തിപരമായി ഓരോ വ്യക്തിയും ഭീകരവാദികളാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ജിഹാദിത്തരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡിലിറങ്ങി ജിഹാദിത്തരം നടത്തുന്നവൻ, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവനേക്കാൾ അപകടകാരിയാണ് നിശബ്ദതയോടുകൂടി അവന് പിന്തുണ നൽകുന്ന മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു സമാധാനവാദി എന്ന് പറയുന്ന ഈ സമുദായത്തിലെ വിഭാഗക്കാർ. കാരണം ഈ സമാധാനവാദികളുടെ നിശബ്ദ പിന്തുണ കൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദികൾ വളർന്ന് പന്തലിച്ച് സമൂഹത്തിന് ഇടയിലിറങ്ങി കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് കാഫിറുകളെ കൊന്നു തള്ളുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലമൊരുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു മതവാദ സംഘടനയുമായി പരസ്യമായി കൂട്ടുകൂടുന്ന UDFൻ്റെ തലപ്പത്ത് മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി 2026 കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്കുകൾ വളരെയധികം ശ്രദ്ധ നേടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അതിനെ സംബന്ധിച്ചൊരു ചെറിയ വിശകലനം ഞാൻ അവതരിപ്പിച്ചത്. ഈ വാർത്ത സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഒപ്പം ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ്, അവസാനം തത്വമയി ന്യൂസിൻ്റെ കാര്യം പറയാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും സമാനാശയത്തിൽ ചിന്തിക്കുന്നവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക. ഇത് അറിയപ്പെടേണ്ട ഒരു സന്ദേശമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദേശമാണ്.
അകറ്റി നിർത്തേണ്ട ഒരു ശക്തിയെയാണ് നാം തലയിലേറ്റി വച്ചിരിക്കുന്നത് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ട തരത്തിലുള്ള ഒരു വാർത്തയാണ്, വിശകലനമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വിവരം നിങ്ങൾ ചിന്തിക്കുക, അതിനെ ഒന്ന് മനനം ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പരിണാമം, അതിൻ്റെ തിക്തഫലങ്ങൾ നാമും നമ്മുടെ വരും തലമുറയും അനുഭവിക്കുന്നത് എത്തരത്തിലായിരിക്കും, നാം ഇനിയെങ്കിലും അതിനൊരു പരിഹാരക്രിയ ചെയ്തില്ലെങ്കിൽ എന്നും ആലോചിക്കുക. പാലോളി മുഹമ്മദ് കുട്ടിയുടെ വാക്കുകളോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേൽ 1948 സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുചടങ്ങിൽ കൽക്കട്ടയിൽ വെച്ച് പറഞ്ഞ വാക്കുകളും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ നോക്കി മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ, പൂർണ്ണമായെന്നല്ല ഒരു തരി പോലും വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല. കാരണം ഇന്നലെ വരെ അവരുടെ ഭാഷയിൽ, ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിൽ, ഉറുദുവിലാണെങ്കിൽ ഉറുദുവിൽ കിട്ടണം, പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്ന ആളുകളാണ് നിങ്ങൾ. ഈ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിങ്ങൾ ദേശസ്നേഹികളായി എന്ന് ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ ദേശസ്നേഹം തെളിയിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം. പാകിസ്ഥാനെ പൂർണ്ണമായും നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്ന് തുടച്ചു നീക്കണം. അല്ലാതെ പാകിസ്ഥാനെ തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മതരാജ്യമെന്ന ചിന്ത, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഭീകരവാദത്തെ വെളുപ്പിക്കുന്ന മതവാദ സംഘടന, അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ, ലോകമൊട്ടാകെ നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളെ വെളുപ്പിക്കുവാനായി മാധ്യമങ്ങൾ നടത്തുന്ന, മറ്റ് രീതിയിലുള്ള സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന ഒരു മതവാദ സംഘടനയെ, അതുപോലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റ് സംഘടനകളെയും തുടച്ചു നീക്കണം. സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ആശയപ്രകടനമാണ് പാലോളി മുഹമ്മദ് കുട്ടി നടത്തിയത്. അതും ചരിത്ര പശ്ചാത്തലത്തിൽ ഊന്നി. ചരിത്രം കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് 94 വയസ്സുള്ള ആ വയോധികൻ. അല്ലാതെ എന്നെയും നിങ്ങളെയും പോലെ ചരിത്രം വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും പറയുന്നയാളല്ല. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ചർച്ച ചെയ്യപ്പെടണം. കേരള സമൂഹത്തിൽ കൂടുതൽ ഈ ആശയം പരക്കുകയും വേണം. എതിർക്കേണ്ടവർ എതിർക്കപ്പെടുക തന്നെ വേണം. മാറ്റി നിർത്തപ്പെടേണ്ടവർ മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.